ഗുഡ് ഈവനിംഗ് ഡേസ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് കായം മാർക്കറ്റ് ശക്തമായ രീതിയിൽ മുകളിലേക്ക് പോയെങ്കിൽ കൂടിയും ഇന്ന് ഒരുപാട് ആളുകൾ ട്രാപ്പ് ആവാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റാണ്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം എൻറ്റയർ പോയിന്റ് വൈപ്പ് ഔട്ടായി, നെഗറ്റീവിലായി. എന്നാൽ വീണ്ടും മാർക്കറ്റ് റൈസ് ചെയ്തു. ഒരുപാട് റീസൺ ഉണ്ട്, അതിലേക്ക് നമ്മൾ കിടക്കാം. അതിനു മുമ്പ് ഇന്ന് പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് ഡെറിവേറ്റീവ് ചെയ്തോ അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്തോ, രണ്ടൊന്നാണ്, ഡെറിവേറ്റീവ് ചെയ്തോ ഇൻട്രാഡേ ചെയ്തോ പ്രോഫിറ്റബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾ ഒരു വലിയ നല്ലൊരു ട്രേഡറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വിശ്വസിക്കേണ്ടത്, സ്വയം വിശ്വസിക്കേണ്ടത്. കാരണം നിഫ്റ്റിയുടെ ചാർട്ടൊന്ന് കാണിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, 24,250 ഹൈ ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം 24,000-ലേക്ക്, അതായത് ഇന്നലത്തെ ക്ലോസിങ് 24,050 ആയിരുന്നു. 200 പോയിന്റ് മുകളിലേക്ക് പോയ മാർക്കറ്റ് 200 പോയിന്റും താഴേക്ക് വീണ് 24,000-ൽ നിന്ന് 330 പോയിന്റ് ശക്തമായ രീതിയിൽ മുന്നേറി. നിഫ്റ്റീനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ഇൻഡിഗോ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ, ശ്രീറാം ഫിനാൻസ്, ട്രെൻഡ്, ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ കമ്പനീസാണ്. ONGCയും റിലയൻസും LNTയും പവർ ഗ്രിഡും NTPCയും ഇടിഞ്ഞ കമ്പനികളിൽ പെടും. ഇനി ഇപ്പോൾ എന്താണ് പ്രധാനമായിട്ടും നിഫ്റ്റി 24,000 മുകളിൽ ക്ലോസ് ചെയ്യാനും സെൻസെക്സ് 940 പോയിന്റ് മൂവ് ചെയ്ത് 77,959 സെൻസെക്സ്, നിഫ്റ്റി 300 പോയിന്റ് മൂവ് ചെയ്ത് 24,000 മുകളിലും ക്ലോസ് ചെയ്യാനായിട്ട് ഉള്ളൊരു കാരണം പ്രധാനമായിട്ടും എയർടെലും മഹീന്ദ്രയും ശക്തമായ രീതിയിൽ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുള്ളൂ. ഈ ട്രംപ് പ്രൊജക്റ്റ് ഫ്രീഡം എന്ന പേരിൽ ഈ ഒരു ഹോർമസിൽ ഷിപ്പിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പിൻവാങ്ങിയ ന്യൂസായിരുന്നു നമ്മൾ മോർണിംഗ് കേട്ടത്. അതൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ പുതിയതായിട്ട് ഒരു ന്യൂസ് ഉള്ളത്, ഈ ഒരു യുദ്ധം അതിൻ്റെ സമാധാനമായ രീതിയിലേക്ക് തീരാനായിട്ടുള്ള ഒരു ധാരണകൾ ആകുന്നു എന്നുള്ള ന്യൂസ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനാണ് ഈ ഒരു മധ്യസ്ഥതയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ പല സമയത്തും പല ന്യൂസാണ് കേൾക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെയുള്ള സിനാരിയോയിലെല്ലാം തന്നെ വലിയ ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഉചിതം. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇറാൻ ഹബ്ഷാൻ UAEയിലുള്ള ഹബ്ഷാൻ ഓയിൽ പ്ലാന്റ് ആക്രമിച്ചു, ഇറാൻ US ഷിപ്പിന് ആക്രമിച്ചു. ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്ത സെയിം മൊമെൻ്റാണ് ഇങ്ങനെയുള്ള ന്യൂസുകളും വരുന്നത്. മാർക്കറ്റ് 6 ആക്കായിട്ട് മുകളിലേക്ക് പോകുന്നൊരു അവസരത്തിൽ വലിയ ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് ചെയ്യാതിരിക്കുകയായിരിക്കും ഉചിതം. എങ്കിൽ കൂടിയും ഈ കഴിഞ്ഞ ദിവസം ഹബ്ഷാനുണ്ടായ ആക്രമണത്തിൽ ഇറാന് പങ്കില്ല എന്ന് ഇറാൻ തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. IRGC, അതായത് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്, അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഡ്രോൺ അറ്റാക്കിൽ അവർക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. ഈ ഏത് രീതിയിലാണ് ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം എങ്ങനെയാണ് ഇത് നെഗോസിയേഷൻ എന്നൊന്നും കൃത്യമായ ധാരണയില്ല. പക്ഷെ ഒരു കാര്യം നടന്നു, ഗ്ലോബൽ മാർക്കറ്റ് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി. ഗ്ലോബൽ മാർക്കറ്റ് മാത്രമല്ല, ഇന്ന് ഇൻഡിഗോ 6.65% റാലി രേഖപ്പെടുത്താനായിട്ടുള്ള പ്രധാന കാരണം ക്രൂഡ് പ്രൈസും ഫോൾ ആയിട്ടുണ്ട്. കണ്ടുവരാം ഗ്ലോബൽ മാർക്കറ്റിൽ. ഗോൾഡ് 2.7% സ്പൈക്ക് ചെയ്തു, സിൽവർ സ്പൈക്ക് ചെയ്തു, ബിറ്റ് കോയിൻ സ്പൈക്ക് ചെയ്തു. ബ്രന്റ് ഓയിൽ കാണാം, ബ്രന്റ് ഓയിൽ 7 പോയിന്റ് ക്രാഷ് ചെയ്ത് 100-ലെത്തി. 120 പോയ ബ്രന്റ് ഓയിലായിരുന്നു. നാച്ചുറൽ ഗ്യാസും 2 പോയിന്റ് ക്രാഷ് ചെയ്തു. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും ഏഷ്യൻ മാർക്കറ്റും ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഗംഭീര റായിലാണ്. കൂടാതെ ഇന്ത്യ വിക്സ് ഇന്ന് 8% ക്രാഷ് ചെയ്ത് 16-ലെത്തി നിൽക്കുകയാണ്. അതായത് ക്രൂഡ് ഓയിൽ ക്രാഷ് ചെയ്തു, ഇന്ത്യ വിക്സ് ക്രാഷ് ചെയ്തു, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഗംഭീരമായിട്ടുള്ള റാലിയിലാണ്. കൂടാതെ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടുവരുമ്പോൾ കാണാൻ സാധിക്കും 24,450 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. ഒരുപാട് പുട്ട് അഡീഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പുട്ട് കോൾ റേഷ്യോ 1 എബോവ് 1 ആണ്. പൊതുവേ ആളുകൾ ബുള്ളിഷായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റ് ബുള്ളിഷാണോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. അതിനു മുമ്പ് കൊച്ചിയിലും നമുക്ക് കോഴിക്കോടും ഇപ്പോൾ നമുക്ക് ഓഫീസുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ ഇരുന്ന് പ്രാക്ടിക്കലായിട്ട് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സും ചെറിയൊരു ഫീസിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ കൊച്ചിയിലും കോഴിക്കോടൊക്കെ ഈ മാസം അവസാനമാണ്. കൊച്ചിയിൽ 16, 17 ഡേറ്റിലാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
സ്റ്റോക്കുകളുടെ വാർത്തയിൽ റാഡിക്കോ നെറ്റ് പ്രോഫിറ്റ് 95% ഉയർന്നു. കെൻസായി നെറോലെക് കമ്പനി ഇവരുടെ എബിറ്റ 31% ഉയർന്നു. കമ്പനി എക്സ്പാൻഷൻ പ്രഖ്യാപിച്ചു. ഗോദ്രേജ് കൺസ്യൂമർ നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്നു. ഡിവിഡൻഡ് 5 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോം ഫസ്റ്റ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 105 നിന്ന് 149 കോടി രൂപയിലേക്ക് ഉയർന്നു. ബ്ലൂ സ്റ്റാറും നെറ്റ് പ്രോഫിറ്റ് 194 നിന്ന് 227 കോടി രൂപയിലേക്ക് ഉയർന്നു. ഗ്രേവ്സ് കോട്ടൺ ഇവർ പ്രോഫിറ്റ് ഉയർന്നു. അതുമാത്രമല്ല എക്സ്പാൻഷൻ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമിത് ലാബ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 18 നിന്ന് 21 കോടി രൂപയിലേക്ക് ഉയർന്നു. സാഗിൾ പ്രീപെയ്ഡ് കമ്പനി ഇവർക്ക് ഒരു സുപ്രീം ഇൻഡസ്ട്രീസ് ആയിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ നാളെ നമുക്ക് റിസൾട്ടൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഗംഭീര റാലിയിൽ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ കുറച്ചെങ്കിലും തിരിച്ച് കയറി തുടങ്ങുന്നുണ്ട്. 24,300 വരെ എത്തിയല്ലോ. ഇനി 25,000 എത്തട്ടെ, 26,000 പൊട്ടട്ടെ, ഓൾ ടൈം ഹൈ റീച്ച് ആവട്ടെ എന്ന് പ്രത്യാശിക്കാം. ശുഭരാത്രി. താങ്ക് യു.